Hello, in this section we are discussing about the world distribution of lakes. Lake Baikal. It is located in Siberia and Russia, and it is the deepest and oldest lake in the world. The depth is about 1637 meters. It is also the world's largest freshwater lake by volume, containing about 1/5 of the freshwater on the Earth's surface. And it is the second longest lake in the world. It is also known as Galapagos of Russia. ഗാലപാഗോസ് എന്ന് പറയുന്നത് സൗത്ത് അമേരിക്കയിലെ കുറച്ച് ഐലൻഡ് ഗ്രൂപ്പ്സിനെ പറയുന്ന പേരാണ്. ഡൈവേഴ്സ് ആയിട്ടുള്ള ഫ്ലോറയും ഫൗണയൊക്കെ കണ്ടുവരുന്ന ഐലൻഡ്സ് ആണ് ഗാലപാഗോസ്. അതേ സിമിലർ ഫീച്ചറാണ് ലേക്ക് ബൈക്കലിനും കാണുന്നത്. അതുകൊണ്ടാണ് അതിനെ ഗാലപാഗോസ് ഓഫ് റഷ്യ എന്ന് വിളിക്കുന്നത്. വേൾഡിലെ ഏറ്റവും ഡീപ്പസ്റ്റും ഏറ്റവും ഓൾഡസ്റ്റും സെക്കൻഡ് ലോങ്ങസ്റ്റുമായിട്ടുള്ള ലേക്കാണ് ബൈക്കൽ എന്ന് പറയുന്നത്. മാത്രമല്ല വോളിയം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഫ്രഷ് വാട്ടറിന്റെ കണ്ടെയ്നിങ് വെച്ച് നോക്കുമ്പോഴത്തേക്കും വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്കാണ് ലേക്ക് ബൈക്കാൽ ഇൻ ടേംസ് ഓഫ് വോളിയം. ലേക്ക് തങ്കാനിക്ക. It is the longest lake in the world and it has a length of about 660 kilometers. And it is the second largest lake by volume. And it is the second deepest lake in the world after the Lake Baikal. And this lake forms the boundary between Tanzania and the Democratic Republic of Congo. And the largest lake discharging into this lake are Malagarsi River, Rusizi River and Kalambor River. Aral Sea. It was a lake lying between Kazakhstan in the north and Uzbekistan in the south. Aral Sea was once a large endorheic saltwater lake of Central Asia. ഉസ്ബെക്കിസ്ഥാനും കസാഖിസ്ഥാനും ഇടയിൽ കാണപ്പെടുന്ന ഒരു ലാർജ് ലേക്കാണ് അരാൽ സീ എന്ന് പറയുന്നത്. ഇത് സെൻട്രൽ ഏഷ്യയിലാണ് കാണപ്പെടുന്നത്. ഇതൊരു എൻഡോഹിക് സോൾട്ട് വാട്ടർ ലേക്കാണ്. അതായത് ഔട്ട്ലെറ്റ് ഇല്ലാത്തൊരു ലേക്കായിരുന്നു. അതായത് ഇവോപ്പറേഷൻ ഇവിടെ കൂടുതലായിരിക്കും. Formerly, it was the fourth largest lake in the world with an area of about 68,000 square kilometers. മുൻപ് കാലത്ത് വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള നാലാമത്തെ ലേക്കായിരുന്നു അരാൽ സീ എന്ന് പറയുന്നത്. Aral Sea has been steadily shrinking since 1960s after the rivers that fed it were diverted by the Soviet irrigation projects. 1960-കൾക്ക് ശേഷം അരാൽ സീയുടെ ഏരിയയ്ക്ക് ശ്രിങ്കേജ് സംഭവിക്കുകയാണ് ഉണ്ടായത്. കാരണം എന്ന് പറഞ്ഞാൽ സോവിയറ്റ് ഇറിഗേഷൻ പ്രോജക്ട്സിന് വേണ്ടി അരാൽ സീയിൽ എത്തിക്കൊണ്ടിരുന്ന നദികളുടെ ഡൈവേർട്ട് ചെയ്ത് വിട്ടതിൻ്റെ ഫലമായിട്ട് നദികളിൽ നിന്നുള്ള വെള്ളം അരാൽ സീക്ക് ലഭിക്കാതെയും വരികയും അത് കാലക്രമേണ അരാൽ സീ ശ്രിങ്കേജ് ആവാൻ കാരണമാവുകയും ചെയ്തു. അതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ റൈറ്റ് സൈഡിൽ അരാൽ സീയുടെ ഒരു 1989 സാറ്റലൈറ്റ് ഇമേജ് ആണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ലൊരു ഏരിയ അത് കവർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ 2008 എത്തിയപ്പോഴത്തേക്കും വളരെ കുറച്ച് ഏരിയ മാത്രമേ ഇപ്പോൾ അരാൽ സീ ഉള്ളൂ. അപ്പോൾ 1960-കളിൽ അത്യാവശ്യം നല്ല ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്നു. 1989 ആയപ്പോഴത്തേക്കും വീണ്ടും കുറഞ്ഞു. 2008 ആയപ്പോഴത്തേക്കും വീണ്ടും കുറഞ്ഞു. അരാൽ സീയുടെ കോസ്റ്റൽ ലൈൻ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്ന ഒരു ഇമേജസ് ആണ് ഈ കാണുന്നത്. 1960 ഏതാണ്ട് ഇത്രയും ഭാഗത്തുണ്ടായിരുന്നു. 1973 ആയപ്പോൾ കുറച്ചുകൂടെ സ്ട്രിങ്ക് ചെയ്തു. 1987 ആയപ്പോഴത്തേക്ക് ഇത്രയായി. 1999 ആയപ്പോഴത്തേക്കും ഇത്രയായി. 2006 ആയപ്പോഴത്തേക്ക് ഇത്രയായി. 2009 ആയപ്പോൾ ഇത്രയും ഭാഗത്ത് മാത്രമായി. 2014 ആയപ്പോൾ വീണ്ടും അത് കുറഞ്ഞു വരുന്ന അവസ്ഥയാണുള്ളത്. കുറച്ചു കാലം കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ അരാൽ സീ ഫുള്ളായിട്ട് ഡിസപ്പിയർ ആവാം. Dead Sea. It is otherwise called Salt Lake. It is an endorheic lake bordering Jordan to the east and Palestine and Israel to the west. മറ്റൊരു എൻഡോയിക് ലേക്കാണ് ഡെഡ് സീ എന്ന് പറയുന്നത്. ജോർദാനും പാലസ്തീനും ഇസ്രായേലും ഇടയിൽ കാണപ്പെടുന്ന ലേക്കാണ് ഡെഡ് സീ. ആൻഡ് ഇറ്റ് ഈസ് എർത്ത് ലോവസ്റ്റ് എലിവേഷൻ ഓൺ ലാൻഡ്. ലാൻഡ് ഏരിയയിലെ ഏറ്റവും ലോവസ്റ്റ് എലിവേഷനിൽ കാണപ്പെടുന്ന ഒരു പ്ലേസ് കൂടെയാണ് ഡെഡ് സീ. The Jordan River, from which the Dead Sea receives nearly all of its water, flows from the north into the lake. ഡെഡ് സീക്ക് വേണ്ടിയിട്ടുള്ള വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നത് ജോർദാൻ നദിയാണ്. The Dead Sea has the lowest elevation and the lowest body of water on the surface of the earth, and the lake surface is about 1,412 feet below the sea level. മീൻ സീ ലെവലിൽ നിന്ന് 1412 ഫീറ്റ് താഴെയാണ് ഡെഡ് സീ സ്ഥിതി ചെയ്യുന്നത്. Caspian Sea. Caspian Sea is the world's largest inland body of water.
സയന്റിഫിക് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി നടക്കുന്ന ഒരു ടോപ്പിക്കാണ് കാസ്പിയൻ എന്ന് പറയുന്നത്. കുറച്ച് സയന്റിസ്റ്റ് ബിലീവ് ചെയ്യുന്നത് കാസ്പിയൻ എന്ന് പറയുന്ന ഒരു ലേക്ക് ആണെന്നാണ്. പക്ഷേ ഭൂരിഭാഗം പേര് അതിനെ വിളിക്കുന്നത് ലാർജസ്റ്റ് ഇൻലാൻഡ് ബോഡി ഓഫ് വാട്ടർ എന്നാണ്. And it lies to the east of the Caucasus Mountains and to the west of the vast steppe of the Central Asia. Steppe region Caucasus Mountain ഇടയിലാണ് കാസ്പിയൻ സീ സ്ഥിതി ചെയ്യുന്നത്. And the sea name derives from the ancient Caspian people. ഈ ഒരു പേര് ഡിറൈവ് ചെയ്തത് പുരാതന കാലത്ത് ജീവിച്ചിരുന്ന കാസ്പി എന്ന് തുടങ്ങിയ ആളുകളിൽ നിന്നാണ്. The elongated sea sprawls for nearly 1,200 kilometers from north to south, and it covers an area about 1,49,200 square kilometers. That is, the Caspian Sea is larger than the area of Japan. ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തെക്കാട്ടും വലിയ സൈസിലാണ് കാസ്പിയൻ സീ കാണപ്പെടുന്നത്. Lake Balkhash. It is situated in east central Kazakhstan. It is the 15th largest lake in the world. The large Ili River flowing from the south spills into the western part of the lake, and it contributed 80 to 90% of the total influx into the lake. Balkhash ലേക്കിലേക്കുള്ള 80 തൊട്ട് 90% വരെയുള്ള വാട്ടർ വരുന്നത് ഇല്ലി റിവറിൽ നിന്നാണ്. Like the Aral Sea, it is stringing to the diversion and extraction of water from its feeders. അരാൽ സീയെ പോലെ തന്നെ ബാൽക്കാഷ് ലേക്കും അത് സ്ട്രിങ്കേജ് സ്റ്റേജിങ്ങിലാണ്. ഓരോ ദിവസം കഴിയും തോറും അതിൻ്റെ ഏരിയ കുറഞ്ഞു വരികയാണ്. കാരണം അതിലോട്ട് വെള്ളം എത്തിക്കുന്ന ഫീഡറായിട്ടുള്ള കനാൽസും അല്ലെങ്കിൽ റിവറിൻ്റെയും ഡൈവേഷനും എക്സ്ട്രാക്ഷനും കൊണ്ട് ലേക്ക് ബാൽക്കാഷിൻ്റെ സൈസും ദിവസം തോറും കുറഞ്ഞു വരികയാണ്. ലേക്ക് ലഡോഗ, and it is the largest lake in Europe and is situated in northwestern Russia. Lake Ladoga's basin has a total area of about 1 lakh square miles. The depression of the lake was produced by the action of glaciers. Lake Ladoga പ്രധാനമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തത് ആ ഒരു ഡിപ്രഷൻ പ്രധാനമായിട്ടും പ്രൊഡ്യൂസ് ചെയ്തത് ഗ്ലേഷ്യറിന്റെ ആക്ഷൻ കൊണ്ടാണ്. യൂറോപ്പിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ലേക്കാണ് ലേക്ക് ലഡോഗ. ലേക്ക് വാനേം. It is the largest lake in Sweden, and it is the largest lake in the European Union. Geographically, it is situated on the border between Swedish regions of Gotland and Svealand. സ്വീഡിഷ് റീജിയൻസ് ആയിട്ടുള്ള ഗോട്ടാലാൻഡിൻ്റെയും സ്വീഡൻലാൻഡിൻ്റെയും ബോർഡറിലാണ് ലേക്ക് വാനൻ സ്ഥിതി ചെയ്യുന്നത്. സ്വീഡനിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റും അതുപോലെ യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും ലാർജസ്റ്റ് ലേക്കുമാണ് ലേക്ക് വാനൻ. Lake Victoria. Lake Victoria is the largest lake in Africa and the chief reservoir of Nile. Lying mainly in Tanzania and Uganda but bordering on Kenya. ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ ലേക്കാണ് ലേക്ക് വിക്ടോറിയ എന്ന് പറയുന്നത്. അതുപോലെ നൈൽ നദിയുടെ ചീഫ് റിസർവോയർ കൂടിയാണ് ലേക്ക് വിക്ടോറിയ. ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ടാൻസാനിയയിലും ഉഗാണ്ടയിലുമാണെങ്കിലും ഇത് ബോർഡർ ചെയ്ത് കാണപ്പെടുന്നത് കെനിയാണ്. Among the freshwater lakes of the world, it is succeeded in size only by the Lake Superior in North America. വേൾഡിലെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്സ് എടുക്കുമ്പോഴത്തേക്കും രണ്ടാം സ്ഥാനമാണ് ലേക്ക് വിക്ടോറിയയ്ക്ക്. ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിലെ ലേക്ക് സുപ്പീരിയർ ആണ്. It is an irregular quadrilateral in shape. The lake's only outlet is the Victoria Nile. ഈ ലേക്കിന് ഒരേ ഒരു ഔട്ട്ലെറ്റ് ആണ് ഉള്ളത്, അത് വിക്ടോറിയ നൈലാണ്. Lake Turkana. It is otherwise called Lake Rudolf. It is the fourth largest lake of East Africa. It lies mainly in the northern Kenya with its northern end stretching into Ethiopia. Lake Turkana പ്രധാനമായും സ്ഥിതി ചെയ്യുന്നത് കെനിയയിലാണ്. കുറച്ച് പോർഷൻസ് എത്യോപ്യയിലും സ്ട്രെച്ച് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. The lake lies in the eastern arm of the Eastern African Rift Valley. East African Rift Valleyയുടെ ഈസ്റ്റേൺ ആമിൽ സ്ഥിതി ചെയ്യുന്ന ലേക്കാണ് ലേക്ക് ടർക്കാന. Its only perennial tributary is the Omo River which flows from Ethiopia. ഈ ഒരു ലേക്കിന് ഒരേ ഒരു പെർമനൽ ട്രിബ്യൂട്ടറി ആണ് ഉള്ളത്, ഒമോ റിവർ ആണ്. അത് എത്യോപ്യയിൽ നിന്നാണ് ഫ്ലോ ചെയ്യുന്നത്. ലേക്ക് ടാന. It is the largest lake of Ethiopia. It is formed in a depression of the northwest plateau 6,000 feet above the sea level. എത്യോപ്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ലേക്കാണ് ടാന എന്ന് പറയുന്നത്. ഇതൊരു ഡിപ്രഷനിലാണ്, പ്രത്യേകിച്ച് നോർത്ത് വെസ്റ്റേൺ പ്ലേറ്റൂവിൽ ആണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. സീ ലെവലിൽ നിന്നും 6,000 ഫീറ്റിൽ ആണ് ഇത് കാണപ്പെടുന്നത്. ഇറ്റ് ഫോംസ് ദ മെയിൻ റിസർവോയർ ഫോർ ദ ബ്ലൂ നൈൽ റിവർ. ഇത് ബ്ലൂ നൈൽ റിവറിന്റെ ഒരു മേജർ റിസർവോയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്.
Lake Chad. It is a freshwater lake located in the Sahelian zone of the West Central Africa at the conjunction of Chad, Cameroon, Nigeria and Niger. 4 രാജ്യങ്ങളുടെ ഒരു കൺജങ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ലേക്കാണ് ലേക്ക് ചാഡ് എന്ന് പറയുന്നത്. ചാഡ്, കമറൂൺ, നൈജീരിയ, നൈജർ തുടങ്ങിയതാണ് ആ രാജ്യങ്ങൾ. It is situated in an interior basin occupied by a much larger ancient sea that is sometimes called Mega Chad. ഇത് പ്രധാനമായിട്ടും സ്ഥിതി ചെയ്യുന്നത് ഒരു ഇന്റീരിയർ ബേസിനിലാണ്. ഈ ഇന്റീരിയർ ബേസിനിൽ പുരാതന കാലത്ത് ഒരു സീ ഉണ്ടായിരുന്നു, അതിനെ വിളിച്ചിരുന്നത് മെഗാ ചാഡ് എന്നാണ്. Lake Nyasa, otherwise known as Lake Malawi. It is the southernmost and the third largest of the eastern drift valley lakes of East Africa, which lies in a deep trough mainly within Malawi. ഈസ്റ്റ് ആഫ്രിക്കൻ ഡ്രിഫ്റ്റ് വാലി കണ്ടുവരുന്ന മൂന്നാമത്തെ ലാർജസ്റ്റും അതുപോലെ സദേൺ മോസ്റ്റ് ആയിട്ടുള്ള ലേക്കുമാണ് ലേക്ക് നൈസ അല്ലെങ്കിൽ ലേക്ക് മലാവി എന്ന് പറയുന്നത്. ഇത് മലാവിയിലുള്ള ഒരു ഡീപ്പ് ട്രഫിലാണ് സ്ഥിതി ചെയ്യുന്നത്. The lake's midline and its northern and eastern shores form the much of the Malawi's boundary with Tanzania and Mozambique. ഈ ഒരു ലേക്ക് മലാവിയുടെ ബൗണ്ടറി ടാൻസാനിയയിലും മൊസാംബിക്കും ഇടയിലുള്ള ബൗണ്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. Lake Albert. Lake Albert is the northernmost of the lakes in the western Rift Valley in the East Central Africa on the border between Congo and Uganda. കോങ്കോയ്ക്കും ഉഗാണ്ടയിലും ഇടയിൽ കാണുന്ന പോർഷനിൽ ഉള്ള റിഫ്റ്റ് വാലിയിൽ സ്ഥിതി ചെയ്യുന്ന നോർത്തേൺ മോസ്റ്റ് ആയിട്ടുള്ള റിവറാണ് ലേക്ക് ആൽബർട്ട് എന്ന് പറയുന്നത്. And in 1864, the lake was first visited by a European, Samuel Baker. Albert is a shallow body of water averaging about 25-meter depth and maximum depth is 60 meter. ആൽബർട്ട് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഷാലോ ബോഡി ഓഫ് ഒരു ലേക്കാണ്. ഇതിന്റെ ആവറേജ് ഡെപ്ത് 25 മീറ്ററും മാക്സിമം ഡെപ്ത് 60 മീറ്ററുമാണ്. Great Lakes. The Great Lakes of North America are a series of interconnected freshwater lakes which connect the Atlantic Ocean through the St. Lawrence Seaway. നോർത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന ഒരു കൂട്ടം ഇന്റർകണക്റ്റഡ് ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ ലേക്സിന്റെ ഒരു സീരീസിനെ വിളിക്കുന്ന പേരാണ് ഗ്രേറ്റ് ലേക്സ് ഓഫ് നോർത്ത് അമേരിക്ക. ഇത് അറ്റ്ലാന്റിക് ഓഷനുമായിട്ട് സെന്റ് ലോറൻസ് സീവേ വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട ലേക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് അതിന്റെ ഡയറക്ഷൻ ബേസ് നോക്കുന്ന വെസ്റ്റിൽ കാണപ്പെടുന്നത് ലേക്ക് സുപ്പീരിയർ, തൊട്ടടുത്ത് കാണപ്പെടുന്നത് മിഷിഗൻ, അത് കഴിഞ്ഞ് കാണപ്പെടുന്നത് ഹുറോൺ, അത് കഴിഞ്ഞ് കാണപ്പെടുന്ന എറി, അത് കഴിഞ്ഞ് കാണപ്പെടുന്നത് ഒണ്ടാരിയോ. ഇനി സൈസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ലാർജസ്റ്റ് എന്ന് പറയുന്നത് സുപ്പീരിയർ ആണ്, അത് കഴിഞ്ഞിട്ട് വരുന്നത് ഹുറോൺ ആണ്, അത് കഴിഞ്ഞ് മിഷിഗനും, അത് കഴിഞ്ഞ് എറിയും, അത് കഴിഞ്ഞ് ഒണ്ടാരിയോമാണ്. Lake Superior is the largest continental lake in the world by area, and Lake Michigan is the largest lake that is entirely within one country. ലേക്ക് സുപ്പീരിയറിന് ഒരു പ്രത്യേകതയുണ്ട്. വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കോണ്ടിനെന്റൽ ലേക്കാണ് ലേക്ക് സുപ്പീരിയർ അതിൻ്റെ ഏരിയ വൈസ് നോക്കുമ്പോൾ. ഇനി ഒരു രാജ്യത്തിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്ത് കാണപ്പെടുന്ന ഏറ്റവും ലാർജസ്റ്റ് ലേക്കാണ് ലേക്ക് മിഷിഗൻ. The Great Lakes are today used as a major water transport corridor for bulk goods. The Great Lake Waterway connects all the lakes. The smaller St. Lawrence Seaway connects the lakes to the Atlantic Ocean. വേൾഡിലെ തന്നെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ സെൻറ്റർ കൂടെയാണ് ഗ്രേറ്റ് ലേക്സ് എന്ന് പറയുന്നത്. ഗ്രേറ്റ് ലേക്സിനെ കണക്ട് ചെയ്യുന്നത് ഗ്രേറ്റ് ലേക്ക് വാട്ടർവേ ആണ്. ഈ ഗ്രേറ്റ് ലേക്ക് വാട്ടർവേ എന്ന് പറയുന്നത് സെന്റ് ലോറൻസ് സീവേ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സെന്റ് ലോറൻസ് സീവേ ഈ ലേക്സിനെ എല്ലാം അറ്റ്ലാന്റിക് ഓഷനായിട്ട് കണക്ട് ചെയ്ത് കാണപ്പെടുന്നു. നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ളൊരു ഫിഗർ ആണ്. ഇവിടെ നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റ് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ഇവിടെയാണ് ഗ്രേറ്റ് ലേക്സ് കാണപ്പെടുന്നത്. നമുക്ക് ലേക്ക് സുപ്പീരിയർ കാണാം, ലേക്ക് മിഷിഗൺ, ഹുറോൺ, എറി, ലേക്ക് ഒണ്ടാരിയോ കാണാം. അതിനെ കണക്ട് ചെയ്തിട്ടുള്ള വാട്ടർവേ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ വാട്ടർവേ ആണ് ഫൈനലി അറ്റ്ലാന്റിക് ഓഷനായിട്ട് ഈ 5 ലേക്സിനെ കണക്ട് ചെയ്യുന്നത്. ലേക്ക് ടിറ്റിക്കാക്ക. ഇറ്റ് ഇസ് ദ വേൾഡ്സ് ഹയസ്റ്റ് lake navigable to large lakes, lying at 3,810 meters above the sea level in the Andes Mountains of South America, astride the border between the Peru to the west and Bolivia to the east. പെറുവിനും ബൊളീവിയയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ആൻഡസ് മൗണ്ടനിൽ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ലേക്കാണ് ലേക്ക് ടിറ്റിക്ക എന്ന് പറയുന്നത്. വേൾഡിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള നാവിഗബിൾ ലേക്കാണ് ലേക്ക് ടിറ്റിക്ക. ഇത് സ്ഥിതി ചെയ്യുന്നത് 3,810 മീറ്റർ
above sea level ആണ്. And it is the second largest lake of South America, and more than 25 rivers empty their waters into Titicaca. The Great Salt Lake, North America, it is situated in northern Utah of USA, the largest inland body of water in the western hemisphere and one of the most saline inland water body in the world. USA നോർത്തേൺ ഉത്തർ റീജിയനിൽ കാണപ്പെടുന്ന ലേക്കാണ് ഗ്രേറ്റ് സോൾട്ട് ലേക്ക് എന്ന് പറയുന്നത്. വെസ്റ്റേൺ ഹെമിസ്ഫിയറിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള സോൾട്ട് വാട്ടർ ബോഡി കൂടിയാണ് ഗ്രേറ്റ് സോൾട്ട് ലേക്ക്. The lake is fed by the rivers like Bayou, Weber and Jordan, and this lake has no outlet. ഔട്ട്ലെറ്റ് ഇല്ലാത്ത ഒരു ലേക്ക് കൂടെയാണ് ഗ്രേറ്റ് സോൾട്ട് ലേക്ക് എന്ന് പറയുന്നത്. 3 റിവേഴ്സ് ആണ് പ്രധാനമായിട്ട് അതിന് ഫീഡ് ചെയ്യുന്നത്, ബയോ, വെബർ ആൻഡ് ജോർദാൻ. Like the Dead Sea, the Great Salt Lake exists within an arid environment and has chemical characteristics similar to that of oceans. Dead Sea പോലെ തന്നെ ഗ്രേറ്റ് സോൾട്ട് ലേക്കും ഒരു arid environmentലാണ് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ഇതിലുള്ള വാട്ടറിന്റെ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഷ്യൻ വാട്ടറുമായിട്ട് സിമിലർ ആണ്. Lake Athabasca. It is situated in Canada and it is fed by southwest by Peace and Athabasca rivers. ഈ ഒരു ലേക്കിനെ പ്രധാനമായിട്ടും ഫീഡ് ചെയ്യുന്നത് പീസും അതുപോലെ തന്നെ അത്ബാസ്ക റിവറുമാണ്. അതുകൊണ്ടാണ് അതിനെ ലേക്ക് അത്ബാസ്ക എന്ന് വിളിക്കുന്നത്. And this lake is economically important for commercial fishing. It is located immediately east of the Haute Buffalo National Park, the largest national park in Canada. Great Slave Lake. Great Slave Lake is located in southern northwest territory of Canada near the Alberta border. It was named for the slave Indians. Slave Indians കാനഡയിൽ ജീവിച്ചിരുന്ന സ്ലേവ് ഇന്ത്യൻസിന്റെ നാമാർത്ഥമാണ് ഈ ഒരു ലേക്കിന് ഗ്രേറ്റ് സ്ലേവ് ലേക്ക് എന്ന് പേര് വരാൻ കാരണം. And it is the 5th largest lake in North America. And this lake is fed by several rivers, of which the Slave River from the south is the most important and is drained to the west by the Mackenzie River. പ്രധാനമായിട്ടും 2 നദികളാണ് ഈ ഒരു ലേക്കിനെ ഫീഡ് ചെയ്യുന്നത്. ഒന്ന് സ്ലേവ് റിവറും രണ്ടാമത്തത് മെക്കൻസി റിവറും. ഇവിടെ കാണാൻ സാധിക്കും സ്ലേവ് ലേക്ക്. അത് തൊട്ട് മുമ്പ് പറഞ്ഞ അത്ബാസ്ക ലേക്കും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. Great Bayou Lake, it is located in Canada and it was discovered before 1800 by the Northwest Company traders and later named for the bears that inhabited its shores. ഗ്രേറ്റ് ബെയർ കാനഡയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഡിസ്കവർ ചെയ്തത് 1800-കൾക്ക് മുമ്പ് നോർത്ത് വെസ്റ്റേൺ കമ്പനി ട്രേഡേഴ്സ് ആണ്. അവിടെ ഏറ്റവും കൂടുതൽ ബെയർസ് ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ലേക്കിന് ഗ്രേറ്റ് ബെയർ ലേക്ക് എന്ന് പേര് വരാൻ കാരണം. It covers an area of about 31,328 square kilometers and it makes the largest lake entirely within Canada and the 4th largest in North America. നോർത്ത് അമേരിക്കയിലെ 4ാമത്തെ വലിയ ലേക്കും അതുപോലെ തന്നെ കാനഡയ്ക്ക് അകത്ത് കാണപ്പെടുന്ന ഏറ്റവും ലാർജസ്റ്റ് ലേക്കുമാണ് ഗ്രേറ്റ് ബെയർ ലേക്ക്. ലേക്ക് വിനിപെഗ്, it is the Canada's 6th largest freshwater lake and it is the 11th largest freshwater lake in the earth. ഇതാണ് ലേക്ക് വിനിപെഗ് എന്ന് പറയുന്നത്. Manitoba Hydro uses the lake as one of the largest reservoir in the world. Manitoba Hydro എന്ന് പറയുന്ന ഹൈഡ്രോ ഇലക്ട്രിക് ഇറിഗേഷൻ പ്രോജക്റ്റ് ഈ ഒരു ലേക്കിനെ അതിന്റെ റിസർവോയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ലേക്ക് എറെ, it is a great salt lake. It is an endorphic lake located in the central South Australia with a total area of about 11,088 square kilometers. It lies in the southwestern corner of the Great Artesian Basin, a closed inland basin. ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഒരു സോൾട്ട് വാട്ടർ എൻഡോഹിക് ലേക്ക് ആണ് ലേക്ക് എറെ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഗ്രേറ്റ് ആർട്ടീസിയൻ ബേസിനിലാണ്. ഇതൊരു ക്ലോസ്ഡ് ഇൻലാൻഡ് ബേസിൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. The lake constitutes the lowest point on the Australian continent, 50 meters below the sea level. ഓസ്ട്രേലിയൻ കോണ്ടിനെന്റിലെ തന്നെ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് ഈ ലേക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് സീ ലെവലിൽ നിന്നും 15 മീറ്റർ താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. Lake Erie was first sighted by a European in 1840, the English explorer and British colonial official Edward John Ray, after whom it was named. 1840-ലാണ് യൂറോപ്യനായ എഡ്വേർഡ് ജോൺ റേ ഈ ഒരു ലേക്ക് കണ്ടുപിടിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ഈ ഒരു ലേക്ക് എറെ എന്ന് പേര് കൊടുത്തിട്ടുള്ളത്.
ഇനി മറ്റു കുറച്ച് ഫാക്ട്സ് നോക്കാം. വേൾഡ്സ് ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് ലേക്സ് ഏതൊക്കെയാണെന്ന്. വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് ലേക്ക് എന്ന് പറയുന്നത് ടിറ്റിക്കാക്ക എന്നാണ് പറഞ്ഞത്. അതിന്റെ സൈസ് വെച്ചിട്ടാണ് അത് ഏറ്റവും ഹയസ്റ്റ് ലേക്ക്. പക്ഷെ സൈസ് നോക്കാതിരുന്നാൽ, സൈസ് എന്ന ക്രൈറ്റീരിയ എടുക്കാതിരുന്നാൽ വേൾഡിലെ ഹയസ്റ്റ് ലേക്ക് എന്ന് പറയുന്നത് ആൻഡസിൽ സ്ഥിതി ചെയ്യുന്ന ഒജോസ് ഡെൽ സലാഡോ ആണ്. അതൊരു ക്രേറ്റർ ലേക്ക് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ഹൈറ്റ് ഓഫ് അബൌട്ട് 6,319 meter. The highest large lake in the world is Pumayok So in Tibet Autonomous Region of China. ഇനി വേൾഡിലെ തന്നെ ഒരു ഹയസ്റ്റ് ആയിട്ടുള്ള ലാർജ് ലേക്ക് എന്ന് പറയുന്നത് ഓട്ടോണമസ് ചൈനയിലുള്ള പുനയോക് സോ ആണ്. ഇനി നാവിഗബിൾ ആയിട്ടുള്ള ലേക്കാണ് പെറുവിൽ സ്ഥിതി ചെയ്യുന്ന ലേക്ക് ടിറ്റിക്കാക്ക. ഏറ്റവും കമേഴ്ഷ്യലി നാവിഗബിൾ ആയിട്ടുള്ള റിവറാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് പെറു ബൊളീവിയൻ ബോർഡറിലാണ്. സൗത്ത് അമേരിക്കയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ലേക്ക് കൂടിയാണ് ടിറ്റിക്കാക്ക. The world's lowest lake is Dead Sea and it is bordering Israel and Jordan and it is situated 418 meters below the sea level. And it is also one of the last lakes with high saltwater concentration. Area vachittu continent wise നമുക്ക് ഏറ്റവും ലാർജസ്റ്റ് ലേക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓസ്ട്രേലിയ, it is Lake Erie and it is a saltwater lake. Africa, it is Lake Victoria and it is the third largest freshwater lake on the earth and it is one of the great lakes of Africa. In Antarctica, it is Lake Ostok and it is a subglacial lake. In Asia, it is Lake Baikal and the Caspian Sea is not considered as a lake. If the Caspian Sea is considered to be a lake, it is largest in the Eurasia, but it is divided between the two geographical continents. ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ലേക്കായിട്ട് കണക്കാക്കുന്നത് ലേക്ക് ബൈക്കലിനെയാണ്. കാസ്പിയൻ സീ ഒരു ഇൻലാൻഡ് വാട്ടർ ബോഡി ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇനി ലേക്കായിട്ട് കണക്കാക്കിയാലും അതിന് ലാർജസ്റ്റ് ലേക്കായിട്ട് ഒറ്റ കോണ്ടിനെന്റിൽ നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം രണ്ട് കോണ്ടിനെന്റിലായിട്ടാണ് കാസ്പിയൻ സീ കിടക്കുന്നത്. യൂറോപ്പിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ലേക്ക് എന്ന് പറയുന്നത് ലഡോഗയാണ്. ആൻഡ് നോർത്ത് അമേരിക്ക ഇറ്റ് ഈസ് ലേക്ക് സുപ്പീരിയർ ആൻഡ് ഇൻ സൗത്ത് അമേരിക്ക ഇറ്റ് ഈസ് ടിറ്റിക്കാക്ക. The largest lakes by surface area is one is Lake Superior in North America, second is Lake Victoria in Africa, third is Lake Huron in North America and fourth is Lake Michigan in North America. And the largest lakes by volume, first one is Baikal in Asia and the second is Tanganyika in Africa and third is Superior in North America. And the deepest lake in the world is Lake Baikal in Asia and second is the Lake Tanganyika. And this map shows the world distribution of important lakes. And here we can see the Lake Baikal, Lake Balkash, Aral Sea, Lake Chana, Lake Turkana, Lake Victoria, Lake Albert, Lake Niza, Lake Tanganyika, Lake Chad, Caspian Sea, Ladoga, Vernon, Great Lakes, Winnipeg, Great Bear, Great Slate, Lake Athabasca, Great Salt Lake and Lake Titicaca. ഇനി വേൾഡിലെ ലാർജസ്റ്റ് ലേക്സിന്റെ ഷേപ്പിനെ ബേസ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഒരു ഫിഗർ ആണ്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും കാസ്പിയൻ സീയുടെ ഷേപ്പ് ഇതാണ്. ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഇൻലാൻഡ് വാട്ടർ ബോഡിയാണ് കാസ്പിയൻ സീ. പിന്നെ ലേക്ക് സുപ്പീരിയർ കാണാൻ സാധിക്കും, ലേക്ക് വിക്ടോറിയ തുടങ്ങി എല്ലാ ലേക്സിന്റെയും സൈസിനെ വെച്ചിട്ട് മാത്രമല്ല ഷേപ്പിനെ വെച്ചിട്ടും കൊടുത്തിരിക്കുന്ന ഒരു ഫിഗറാണ് ഈ കാണുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ലേക്സ് നോക്കാം. ഫസ്റ്റ് വൺ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. വാട്ടർവേസ് അല്ലെങ്കിൽ ലേക്സ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ അതൊരു മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഫിൻലാൻഡ്, കാനഡ, USA, സ്വീഡൻ, ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ. പിന്നെ ഇന്ത്യയിലും അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ലേക്സ് വേമ്പനാട് കായലിലും അഷ്ടമുടിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു ലേക്കിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഇൻലാൻഡ് വാട്ടർ വൈസ് വളരെ ചീപ്പും കൺവീനിയന്റുമായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ മോഡാണ്. ഹെവിയും ബൾക്കി ഗുഡ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. കോള്, അയൺ മിസ്റ്ററി, ഗ്രെയിൻസ്, ടിമ്പറാണ് പ്രധാനമായിട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ വേൾഡിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാട്ടർ വേ ആയ ഗ്രേറ്റ് ലേക്സ് സെന്റ് ലോറൻസ് വാട്ടർ വേയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലോട്ട് ഏതാണ്ട് 1700 മൈൽസ് വരെ അത് പെൻട്രേറ്റ് ചെയ്ത് കാണപ്പെടുന്നു. ഒരു ആർട്ടറി ഓഫ് കൊമേഴ്സ് ആയിട്ടാണ് ആ ഒരു വാട്ടർ വേ ആക്ട് ചെയ്യുന്നത്. സെക്കൻഡ്, ഇക്കണോമിക് ആൻഡ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. വാട്ടർ വേസ് ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ എക്കണോമിക് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് കാരണമാകാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുന്നെങ്കിൽ ഗ്രേറ്റ് ലേക്സ് സെന്റ് ലോറൻസ് വാട്ടർ വേ അവിടുത്തെ വീറ്റ് ഫാംസും അല്ലെങ്കിൽ ലേറ്റ് സൈഡ് ഇൻഡസ്ട്രീസിന്റെ ഡെവലപ്മെന്റിന് കാരണമായിട്ടുണ്ട്.
ആൻഡ് വാട്ടർ സ്റ്റോറേജ്. ലേക്ക് എന്ന് പറയുന്നത് വാട്ടർ സ്റ്റോറേജിൻ്റെ ഒരു മീൻസ് കൂടെയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശിലെ കൊള്ളേരു ലേക്ക്. ആൻഡ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷന് ലേക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആർട്ടിഫിഷ്യൽ ലേക്ക് ലൈക്ക് ഹിരാക്കുഡ്. And for agricultural purposes, many dams are built across artificial lakes. For example, Bakranangal Dam, it is a reservoir known as Goband Sagar Lake, and Hirakud Dam on the Mahanadi in India. And they are also used for regulating river flows. For example, Hoover Dam on the river Kaladra and Bakranangal Dam on the Satluj in India. The Hirakud Dam was originally conceived as a flood control measure, but the project is criticized for doing more damage than the good. റിവർ ഫ്ലോസ് കൺട്രോൾ ചെയ്യാനും ലേക്സ് യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് കൊളറാഡോ റിവറിലുള്ള ഹൂവർ ഡാം, അതുപോലെ തന്നെ ഇന്ത്യയിൽ സത്ലജ് നദിയിൽ കാണപ്പെടുന്ന ബക്രാനങ്കൽ ഡാംസ്. ഇതിൽ പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഹിറാക്കുഡ് ഡാമാണ്. ഹിറാക്കുഡ് ഡാം പക്ഷേ നമുക്ക് പോസിറ്റീവ് ഇമ്പാക്റ്റ് അല്ല, നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത്. ശരിക്കും ഫ്ലഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു ഡാം ആയിരുന്നു ഹിറാക്കുഡ്, പക്ഷേ അത് കൂടുതൽ ഡാമേജ് ആണ് ഉണ്ടാക്കിയത്. പിന്നെ ലേക്ക് മോഡറൈസേഷൻ ഓഫ് ക്ലൈമറ്റും ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. Then source of minerals. സോൾട്ട് ലേക്സിലൊക്കെ ഇഷ്ടംപോലെ റോക്ക് സോൾട്ട്സ് കാണപ്പെടാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഡെഡ് സീയിലൊക്കെ ആണെങ്കിൽ അതിൽ കൂടുതൽ കോമൺ സോൾട്ട് കാണപ്പെടാറുണ്ട്. പിന്നെ ഒപ്പം തന്നെ മൊജോവ ഡെസേർട്ട്സിലൊക്കെയുള്ള സോൾട്ട് ലേക്സ് നിന്ന് ബൊറാക്സ് മൈൻ ചെയ്തെടുക്കാറുണ്ട്. Then they are act as a tourist attraction and health resort. For example, Dead Sea, Lake Chilka, Lake etc. And some of the lakes act as a source of food, especially the fresh water fish. And sturgeon is commercially caught in the Caspian Sea, salmon, sea trout in the Great Lake. കടൽ കൂരി എന്ന് പറയുന്ന മീനാണ് സ്റ്റർജിയോൺ എന്ന് പറയുന്നത്. കോര എന്ന് പറയുന്ന മീനാണ് സാൽമൺ. അതുപോലെ സീ ട്രൗട്ട് എന്ന് പറയുന്നത് കായലിൽ കാണപ്പെടുന്ന ഒരുതരം പുഴ മീനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിഷസ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ കാസ്പിയൻ സീയിൽ നിന്നും ഗ്രേറ്റ് ലേക്സിൽ നിന്നും ഒക്കെ പിടിക്കുന്നതും കച്ചവടം ചെയ്യുന്നതും.